ഷീഖ് കബാബ്. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഷീഖ് കബാബാണ്. ബീഫ് ഷീഖ് കബാബ്. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിന്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് വരട്ടിക്കൊണ്ടിരിക്കണം. ഇത് വരട്ടി കഴിഞ്ഞാൽ നമുക്കിതിൽ ഉള്ളി, കാന്ത നല്ലോണം സ്ലൈസ് ചെയ്ത് കുരുകുരുന്ന് അരിഞ്ഞ് മിക്സിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അതിന്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി ഇതിലേക്ക് ഇടും. പച്ചപ്പ് മണം ഒന്ന് പോയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഈ മസാല ആണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ കീമിക്കുള്ള മസാല നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിടാം ടേസ്റ്റ് അനുസരിച്ച്. നമ്മളിപ്പോൾ ചെയ്യുന്നത് 5 കിലോ ബീഫാണ്. 5 കിലോ ബീഫിന്റെ ബീഫ് ഷീഖ് കബാബ് ഉണ്ടാക്കണം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾ, മല്ലി, ഗരം മസാല, പിന്നെ കുറച്ച് പിസ്സ മസാലയും ഇടും. മുളക് പൊടി ഇടും. രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾ കുറച്ച് കുറവാണ്, കുറച്ചുകൂടി 1 ടീസ്പൂൺ കൂടി ഇടാം. 5 കിലോ ബീഫിൻ്റെ ഈ മഞ്ഞൾ കുറച്ച് ഒന്ന് വരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടിയും, മുളക് പൊടി, പിന്നെ ഗരം മസാല അത് ലാസ്റ്റ് ഇടും. പിന്നെ സ്പെഷ്യൽ നമ്മുടെ കുരുമുളക് പൊടി. അത് നമ്മൾ പച്ച കുരുമുളകിൻ്റെ പൊടി, കുരുമുളക്, ഉണക്കാത്ത കുരുമുളക്. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ഇടുന്നു. ഒരു 6-7 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. ഈ മല്ലി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. തീ കൂട്ടി വയ്ക്കണം. മല്ലിപ്പൊടി കുറച്ചൊന്ന് വരണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ഇടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ പറഞ്ഞത്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കണ്ടാൽ മതി. കുരുമുളക് ഇട്ടു, ഇഞ്ചി, മുളക് ഇടാം, മുളക് പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇടുന്നു. അഞ്ച് കിലോ ബീഫ് ഉണ്ട്. ഇടയ്ക്ക് നമ്മുടെ ഭാര്യ കിടന്ന് ഇങ്ങനെ വിസ്പർ ചെയ്യണ്ടേ. അപ്പം അതിൻ്റെ അർത്ഥം കൂടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് അറിയാം എന്താവുന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ മസാലയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നാലേ അത് നല്ലോണം വേവുള്ളൂ, മസാല ശരിക്കും പിടിക്കുള്ളൂ. ഇതിലേക്ക് ചെറിയൊരു സംഭവം ഇടണം, നമ്മുടെ ഒറിഗനോ, പിസ്സ ഒറിഗനോ പൗഡർ. ഇത് നല്ല ടേസ്റ്റ് അരോമ ഉണ്ടാവും, ടേസ്റ്റ്. ഇതിലെല്ലാം നമ്മുടെ ഈ ലീവ്സിൻ്റെ ഒക്കെ ഇതാണ്. പല ലീവ്സും ഇതിൽ ഹെർബ്സിൻ്റെ ഇതാണ്. കണ്ടില്ലേ? ഒരു ഇത്രയും ഡപ്പ, 1/4 ഡപ്പ ഇട്ടുണ്ട് 5 കിലോ ബീഫിന്. ഇത് നല്ലോണം ഇളക്കാം. ഇത് ജസ്റ്റ് നമ്മൾ മസാല ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് നമ്മുടെ കീമ ആക്കി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കീമ വീട്ടിൽ നിന്ന് ചെയ്തതാണ്. പിന്നെ സ്പെഷ്യൽ മെഷീനൊക്കെ മേടിച്ചുകൊണ്ടാണ്.
കാലത്തൊട്ട് തിരിച്ച് ചക്രം തിരിച്ച് കീമ ഉണ്ടാക്കിയതാണ്. കയ്യിൻ്റെ പണിപ്പടായി. നമ്മുടെ കീമ ഷീഖ് കബാബിൻ്റെ ഗ്രേവി റെഡിയായി. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു മസാല കീമ ചെയ്തിരുന്നത് വീട്ടിൽ തന്നെയാണ്. അതിൻ്റെ മെഷീനും കാണിച്ചു തരാം. പക്ഷെ നമ്മൾ കടയിൽ ചെയ്തില്ല. എങ്കിൽ അവിടെ ഒരു ഹൈജീനിക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് നമ്മൾ കടയിൽ ചെയ്തില്ല. ബേസിൻ്റെ പൗഡർ ഇവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ബേസിൻ്റെ പൗഡർ. അപ്പോൾ അത് കൂടുതൽ ദിവസം കൂടുതൽ നേരം നിൽക്കും. അത് എഴുതി നിൽക്കും. ഷീക്ക് ഉണ്ടാക്കുമ്പോൾ ബോണ്ടി ആയിട്ട് നല്ലത്. ഈ ബേസിനും കുറച്ചൊന്ന് വേവും. കടലപ്പൊടി അല്ലേ? ഇനി ഈ കീമയും ഈ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കറി നോക്കാം. ഒരു കറി ഇടാൻ മറന്നുപോയി. നമ്മുടെ വിനീഗർ. നമ്മുടെ ഭാര്യനെ ഇട്ട് തരുന്നത് for beef sheikh kebab. നല്ലൊരു പണിയാട്ടത്. നമ്മളെ മിക്സിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഒരു പീസ് രണ്ടോ പീസ് നമ്മൾ ട്രയൽ എടുക്കണം. ഇത് മിക്സ് ചെയ്ത് നമ്മൾ നാളേക്കാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ട്രയൽ എടുക്കണം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കൊരു ഉണ്ട ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല റൗണ്ടായി കഴിഞ്ഞിട്ട് ട്രയലാണ്, ഷേക്കിൻ്റെ ട്രയലാണത്. ട്രയൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് നിർത്താൻ പറ്റും.
നമുക്കിത് ഇതിൽ വെച്ച് നോക്കാം. നമ്മൾ ഒരെണ്ണം ഇതിൽ ചെയ്ത് നോക്കാം. സിമ്മ് വയ്ക്കാം, സിമ്മായിട്ട് വയ്ക്കാം. Betul.